ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഹെയർ കെയർ വീഡിയോ ആണ്. ഇന്നത്തെ ഹെയർ കെയറിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ മുടി ഒന്ന് ട്രിം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 3 മാസം, ഒരു ഒക്ടോബർ പകുതി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മുടി ഒന്ന് ട്രിം ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഒരു 3-3.5 മാസമായി, ഫെബ്രുവരി ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രിം ചെയ്യാം. അങ്ങനെ ഒരു 3 മാസത്തിൽ ഒരിക്കൽ ട്രിം ചെയ്യുന്നത് നല്ലതാണ് മുടിക്ക്. അപ്പം അങ്ങനെ ഒന്ന് ട്രിം ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ പാക്ക് ഒക്കെ ഇട്ട് ഒന്ന് വൃത്തിയായിട്ട്, എന്താ പറയുന്നത്, തലമുടിയും തലയോട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പം ആദ്യം നമുക്ക് മുടിയൊക്കെ വെട്ടാം. അതിനു മുമ്പ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഹെയർ ഫോളിനും പ്രത്യേകിച്ച് പ്രിമച്വർ ഗ്രേയിങ്ങിനും പറ്റിയ ഒരു ഹെയർ ഫോളാണ്. അതായത് അകാല നര മാറ്റാനും മുടി നല്ലതായിട്ട് വളരാനും, മുടി നമ്മുടെ എന്താ പറയുന്നത്, മുടി പൊഴിച്ചിൽ കുറഞ്ഞിട്ട് മുടി നല്ലതായിട്ട് വളരാനും പറ്റിയ ഒരു ഹെയർ പാക്കാണിത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കരിഞ്ജീരകവും നമ്മുടെ ആര്യവേപ്പിലയുടെ പൊടിയുമാണ്. അപ്പം കരിഞ്ജീരകം ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും ആര്യവേപ്പിലയുടെ പൊടിയും ആണ് ഈ ഇന്നത്തെ ഹെയർ പാക്കിൽ യൂസ് ചെയ്യുന്നത്. ഈ കരിഞ്ജീരകം എന്ന് പറയുന്ന സംഭവം മുടി വളരാൻ, പുതിയ മുടികൾ കിളിർക്കാൻ ഭയങ്കര നല്ലതാണ്. അതിൽ ഈ പറയുന്ന പോലുള്ള എന്താ പറയുന്ന ആൻറ്റി ഓക്സിഡൻസും പിന്നെന്താണ് ഈ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഭയങ്കര നല്ല ഒരു കാര്യമാണ് ഈ കരിഞ്ജീരകം. അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത ഉറപ്പായിട്ടും നല്ലതായിട്ട് മുടിക്ക് ഭയങ്കര നല്ല. ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പം അങ്ങനെ എണ്ണയിൽ അത് ഉപയോഗിക്കുന്നില്ല. ഇത് കരിഞ്ജീരകം പൊടിച്ചിട്ട് അതിനകത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ പെരട്ടി കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇപ്പം എള്ളാട്ടി എണ്ണയാണെങ്കിൽ അതുമൊക്കെ അത് ചേർത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ കരിഞ്ജീരകം എണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ച് അപ്പം കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ സംഗതിയൊക്കെ ഇറങ്ങും. കുറേ നാളെന്ന് വെച്ചാൽ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഇറങ്ങി തുടങ്ങും. ആ എണ്ണ യൂസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ എണ്ണ കാച്ചുമ്പോൾ കരിഞ്ജീരകം ഇട്ട് കാച്ചിയ എണ്ണ തേക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കാം. ഞാൻ 1-2 ഹെയർ പാക്കുകൾ കരിഞ്ജീരകം ചേർത്ത് ഒരു 2 ഹെയർ പാക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇത് വേറൊരു രീതിയിൽ. അപ്പം ഇതിന് കരിഞ്ജീരകത്തിന് പിന്നെ വേറൊരു ഗുണമുള്ളത് അകാല നര, നമ്മുടെ പ്രിമച്വർ ഹെയർ ഗ്രേയിങ് എന്ന് പറഞ്ഞ സംഭവം മാറ്റാനും ഇത് ഭയങ്കര നല്ലതാണ്. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത ആ ഒരു അകാല നര വരാതിരിക്കും. കൊച്ചു പിള്ളേരിൽ കാണുന്ന നര, പിന്നെ നേരത്തെ ഒരു എന്താ പറയുന്ന ഒരു 30 വയസ്സിനൊക്കെ മുമ്പ് കാണുന്ന 20s കാണുന്ന നരകളൊക്കെ മാറ്റാൻ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിനകത്തെ ഈ ന്യൂട്രിയൻസും ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെയർ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ എന്താണ്, ഇത് ഈ പറഞ്ഞ പോലെ ഇതിന് സ്കാൽപ്പ് ഇഷ്യൂസ്, അതായത് നമ്മുടെ ഡാൻഡ്രഫ് ഇഷ്യൂസ്, സ്കാൽപ്പ് ഇച്ചിങ്, ഇതൊക്കെ കുറയ്ക്കാൻ ഇത് ഭയങ്കര നല്ലതായി നമ്മുടെ കരിഞ്ജീരകം എന്ന് പറയുന്നത്. പിന്നെ ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അകാല നരകൾ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് നല്ലതാണ് ഈ കരിഞ്ജീരകം. അപ്പോൾ കരിഞ്ജീരകം ഹെയർ പാക്കിലോ അല്ലെങ്കിൽ കരിഞ്ജീരകം എന്താണ് ഇതുപോലെ ഹെയർ ഓയിലായിട്ട് ഇപ്പം കുറച്ച് ചൂടാക്കി പൊടിച്ച് എണ്ണയായിട്ട് മിക്സ് ചെയ്ത് വെച്ച് അത് ഇങ്ങനെ ഡെയിലി തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഞാൻ കുളിക്കാൻ പറയത്തില്ല, അത് ഓരോ ഈ പറഞ്ഞ ക്ലൈമറ്റ് പോലെ ഇരിക്കും. ക്ലൈമറ്റിനനുസരിച്ച് നിങ്ങളുടെ കുളി ഷെഡ്യൂൾ ചെയ്യുക എന്നാലേ ഞാൻ പറയത്തുള്ളൂ. ഡെയിലി തല കഴുകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പം ചൂടാണെങ്കിൽ ശരിയാണ്, ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ അവസ്ഥയിൽ ചൂടാണെങ്കിൽ ഡെയിലി കഴുകേണ്ടി വരും. ഇവിടെ ഇപ്പം ബാംഗ്ലൂരൊക്കെ അവസ്ഥയിൽ ചൂടാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തല കഴുകേണ്ടി വരും. തലയിൽ വിയർപ്പ് വരുമ്പോഴത്തേനും തല കഴുകേണ്ടി വരും.
പക്ഷേ ഹെയർ പാക്കുകളെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യുക. ഇപ്പോൾ ഹെയർ ഓയിൽ ആകുമ്പോഴത്തേനും ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തേച്ചിട്ട് നല്ല ഒരു മൈൽഡ് ഷാമ്പൂ ഉണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി ഇങ്ങനെ സൾഫേറ്റും മറ്റേതൊന്നും അല്ലാത്ത ഇങ്ങനെ ഓർഗാനിക് മൈൽഡ്, അതൊക്കെ സൾഫേറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് കാണത്തില്ല. അതിട്ട് ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഈ എണ്ണ തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് അതിട്ട് കഴുകി കളഞ്ഞാൽ നല്ലതാണ് തലമുടിക്ക്. പിന്നെ ഇനി നമുക്ക് നീം ആര്യവേപ്പിൻ്റെ പൊടിയുടെ കാര്യത്തിലേക്ക് വരാം. ആര്യവേപ്പിൻ്റെ പൊടി എന്ന് പറയുന്നതിൽ ഈ മെയിനായിട്ടും സ്കാൽപ്പ് ഇഷ്യൂസ്, അതായത് ഈ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കാര്യമാണ് ഈ ആര്യവേപ്പില എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ തല ചൊറിച്ചില്, തലയോട്ടിയിലുള്ള ചൊറിച്ചില്, ഡാൻഡ്രഫ്, ഇതിന് രണ്ടിനും ബെസ്റ്റാണ്. പിന്നെ ഈ നമ്മുടെ അകാല നരയ്ക്കും ഈ ആര്യവേപ്പിൻ്റെ പൊടി നല്ലതാണ്. ആര്യവേപ്പിൻ്റെ പൊടിയിട്ട് ഹെയർ പാക്കുകൾ തേക്കുന്നത്, അല്ലെങ്കിൽ ആര്യവേപ്പിലയായിട്ടുണ്ടെങ്കിൽ അതിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ തലമുടി കഴുകുന്നതും ഒക്കെ ഈ പ്രത്യേകിച്ച് ഈ സ്കാൽപ്പ് ഇഷ്യൂസിന് ഭയങ്കര നല്ലതാണ്. ഈ നമ്മുടെ എന്താ പറയുന്നത് തലച്ചൊറിച്ചിലിനും ഒക്കെ ഭയങ്കര നല്ലതാണ് ആര്യവേപ്പില. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആര്യവേപ്പിൻ്റെ പൊടിയാണ്. അല്ലാതെ ആര്യവേപ്പൊക്കെ ഉള്ള വീടുകളുണ്ടല്ലോ, അപ്പം അവർ അതിട്ട് വെള്ളം തിളപ്പിച്ച് അത് തല കഴുകി കഴിഞ്ഞ് ഈ ഇച്ചിങ്, നമ്മുടെ ചൊറിച്ചിലൊക്കെ നല്ലപോലെ കുറയും, ഡാൻഡ്രഫ് കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല. പിന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും തലമുടി ഭയങ്കര നല്ല ഒരു കാര്യമാണ് ഈ ആര്യവേപ്പില. പിന്നെ ഈ കരിഞ്ജീരകവും ആര്യവേപ്പിലയൊക്കെ കുറച്ച് യൂസ് ചെയ്യുന്ന നല്ലത്. കാരണം ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കരിഞ്ജീരകം, ആര്യവേപ്പ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മുട്ട തേക്കുന്ന പോലെ, തൈര് തേക്കുന്ന പോലെ, അല്ലെങ്കിൽ തേങ്ങാപ്പാല്, പഴം, ആ ഒരു ടൈപ്പ് ഹെയർ പാക്ക് തേക്കുന്നതിലും കുറച്ചുകൂടെ ഇച്ചിരി സ്ട്രോങ്, ഒരു ഇച്ചിരി മതി, അത് ഭയങ്കര നല്ല ഒരു ഗുണം ചെയ്യുന്ന സംഭവമാണ് ഈ ആര്യവേപ്പിൻ്റെ പൊടിയും ആര്യവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഈ കരിഞ്ജീരകവും ഒക്കെ. പിന്നെ കരിഞ്ജീരകം വെള്ളം തിളപ്പിച്ച് ഇപ്പം ആര്യവേപ്പിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കഴുകുന്ന പോലെ തന്നെ കരിഞ്ജീരകത്തിൻ്റെ വെള്ളവും തിളപ്പിച്ച് തല കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പം ടൈം ഇല്ലാത്തവർ, ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പം അവർക്ക് കുളിക്കാൻ ഇങ്ങനെ പാക്ക് ഒന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ നല്ല ബെസ്റ്റ് കാര്യം കരിഞ്ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കുക, അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അത് സ്പ്രേ ചെയ്തിട്ട് കുളിക്കാൻ കയറുക, പിന്നെ അതങ്ങ് കഴുകിക്കളയുക. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. കുറച്ച് നേരം ഡെയിലി അത് ചെയ്യുമ്പോഴത്തേന് അതിന് നല്ല ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഈ കരിഞ്ജീരകത്തിൻ്റെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കുളിക്കാൻ കയറുക, അല്ലെങ്കിൽ കുളിക്കുന്ന ദിവസങ്ങളിലെല്ലാം അങ്ങനെ ചെയ്താൽ. ഇപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ എണ്ണ ഇങ്ങനെ അത് ആ കരിഞ്ജീരകം പൊടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എണ്ണ ഒഴിച്ച് വെച്ച് ആ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ നേരത്തെ അതങ്ങ് കഴുകിക്കളഞ്ഞാലും അത് നല്ലതാണ്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും വെള്ളം എനിക്ക് ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഒത്തിരി നാൾ നിൽക്കുമെന്ന്. ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം അത് അന്നന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. കരിഞ്ജീരകത്തിന് എനിക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നു. ഞാൻ പക്ഷെ അതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വെള്ളം ഉടനെ എടുത്ത് തലയിൽ തേച്ചിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ ഒത്തിരി നാൾ വെച്ച് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കരിഞ്ജീരകമാണെങ്കിലും. പിന്നെ ആര്യവേപ്പിൻ്റെ പൊടിയെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ആര്യവേപ്പിൻ്റെ ഇല പണ്ടെങ്ങാനുമൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു ആര്യവേപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങ് പോയി. അപ്പോഴെങ്ങാനും അതിൻ്റെ വെള്ളം തിളപ്പിച്ച്, എനിക്ക് വലിയൊരു ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. ആര്യവേപ്പിൻ്റെ ഇല ആര്യവേപ്പും പച്ചമഞ്ഞളും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് ചിക്കൻ ബോക്സ് കഴിഞ്ഞുള്ള കുളിയെല്ലാം എനിക്ക് ചെയ്തിട്ടുള്ളത്. ആ വെള്ളം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ഇതെല്ലാം ഉള്ള ഒരു സംഭവമാണ് ഈ ആര്യവേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇനിയും ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് രണ്ടിനും ഒരുപോലുള്ള സംഭവം എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, ഡാൻഡ്രഫ് ഇഷ്യൂസ്, പ്രിമച്വർ ഗ്രേയിങ്, ഇത് മൂന്നും ഈ രണ്ട് കാര്യം ഈ ഒരു സംഭവത്തിലുണ്ട്. ഇത് ഡെയിലി
ഡെയിലി അല്ല, ഒരു ഹെയർ പാക്കായിട്ട്, ഒരു ആഴ്ചയിൽ ഒരിക്കലും ഹെയർ പാക്കായിട്ട്, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു പാക്കായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊന്നും ഈ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യില്ല. ആഴ്ചയിൽ ഒരിക്കലേ ഈ ഹെയർ പാക്കുകൾ തേക്കാവുള്ളൂ തലയ്ക്ക്, അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കുളിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് എണ്ണ തേച്ചൊരു മൈൽഡ് ഷാമ്പു, അപ്പം ആ എണ്ണയ്ക്കകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കരിഞ്ജീരകം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ചൂടായി, അപ്പോൾ ഇപ്പം എനിക്ക് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തല കഴുകണം. പക്ഷെ ഞാൻ ആഴ്ച ഒരിക്കൽ മാത്രമേ ഹെയർ പാക്ക് ഇടത്തുള്ളൂ. അത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുളിക്കുമ്പം ഈ വക ഹെയർ പാക്കുകളൊന്നും ഇടല്ല. അങ്ങനെ കുളിക്കുമ്പം ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം ഇട്ട് തല കഴുകുക, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉലുവ വെള്ളം, ഈ കരിഞ്ജീരകത്തിന്റെ വെള്ളം, ഗ്രാമ്പൂവിന്റെ വെള്ളം, ഇതൊക്കെ ഇട്ട് തല കഴുകി ജസ്റ്റ് അങ്ങ് എടുക്കുക. അത് നല്ലതായിരിക്കും. തലമുടിക്കും തലയൊട്ടിക്കും ഒക്കെ നല്ലതായിരിക്കും. അല്ലാതെ ഈ ഹെയർ പാക്കുകൾ ഒരിക്കലും നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് തല കഴുകുകയാണെങ്കിൽ ചെയ്യല, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ അപ്പം ഇതാണ് എൻ്റെ ഒരു ഇന്നത്തെ ഒരു ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ തൈര് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു തൈരെന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ എല്ലാ പാക്കിലും കുറച്ച് തൈര് കാണും. എൻ്റെ മുടിക്ക് നല്ലപോലെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് തൈര്, തൈരും തേങ്ങാപ്പാലും എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ തൈരാകുമ്പോൾ നമുക്ക് അങ്ങ് എടുത്ത് തേച്ചാൽ മതിയല്ലോ, റൂം ടെമ്പറേച്ചറിലുള്ള തൈര്. അപ്പം തൈര് ഞാൻ ഇതിൻ്റെ കൂടെ തേക്കും. കാരണം എനിക്ക് കരിഞ്ജീരകത്തിൻ്റെ കാര്യമല്ല, ഈ നീമിൻ്റെ ഒക്കെ പൊടിയൊക്കെ തേക്കുമ്പോൾ ഒരു ഡ്രൈനെസ് വരാം. പ്രത്യേകിച്ച് ഡ്രൈ ഹെയർസിനാണെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആകും. അപ്പോൾ തലേ നല്ലപോലെ എണ്ണ തേച്ചിട്ട് ഈ ഹെയർ പാക്ക് ഇട്ട് അങ്ങ് കുളിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഹെയർ പാക്ക്. അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പ് ഇന്ന് നമുക്ക് മുടി ഒന്ന് ട്രിം ചെയ്യാം. അപ്പം മുടി ട്രിമ്മിങ് എന്ന് പറയുന്നത് 3 മാസത്തിൽ ഒരിക്കലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ഒരു സലൂണിൽ പോയി ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് നാളായി ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട്, എന്താണെന്നറിയത്തില്ല, പോകാൻ ഞാൻ മുടി വെട്ടാൻ മാത്രമേ പോകത്തുള്ളൂ. അതിപ്പം എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലായി കാണാൻ ഞാനൊരു സലൂണിൽ പോയി മുടി വെട്ടിയിട്ട് കഴിഞ്ഞ മുടി പൊഴിച്ചിലിന്റെ സമയത്ത് വെട്ടാന്ന് വിചാരിച്ചാവും. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എവിടം വരെ ഈ മുടി പൊഴിച്ചിൽ പോകുന്നുണ്ടെന്ന്. അപ്പം അത് പക്ഷെ ഇപ്പം ഭേദമായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ സമ്മറാണ്. എനിക്ക് സമ്മറിൽ അധികം മുടി പൊഴിയത്തില്ല. എനിക്ക് വിന്ററിലാണ് ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നത്. സമ്മറിൽ മുടി പൊഴിച്ചിൽ കുറവാണ്, സാധാരണ രീതിയിലുള്ള മുടി പൊഴിച്ചിലേ ഉള്ളൂ. വിന്ററിൽ പനിയും കൂടെ വന്നപ്പോഴത്തേന് നല്ലപോലെ പൊഴിഞ്ഞു. നല്ലപോലെ മുടി വെട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടും തോന്നുമ്പം പോയി വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം ഞാൻ മുടി ട്രിം ചെയ്യുക. എൻ്റെ മുടി ഞാൻ ഒരേ രീതിയിലാണ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ട്രിമ്മിങ് കാര്യം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പം എന്താ പറയുന്നത്, ഇതുപോലെ നടുക്കോട്ട്, ഞാൻ നടുക്കോട്ടാണ് വകർന്ന് 2ആയിട്ട് എടുക്കും. ഇങ്ങനെ 2ആയിട്ട് എടുക്കും. അപ്പൊ ഇനി നമുക്ക് മുടി വെട്ടാം. മുടി വെട്ടുമ്പം ആദ്യം ഞാൻ നല്ലപോലെ കോതിയിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നിരുന്നത്. നല്ലപോലെ മുടി കോതി എടുക്കണം. ആദ്യം ഇത് 2ആയിട്ട് ഇങ്ങനെ പകുക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച്, ഇതൊരു ചെറിയൊരു യു ഷേപ്പിലാണ് വരുന്നത്. വലിയൊരു എന്ന് വെച്ചാൽ ഒരു ചെറിയ യൂക്കട്ടിലാണിത് വരുന്നത്. ഞാൻ പിന്നെ വലുതായിട്ട് അങ്ങനെ ഷേപ്പ് ഒന്നും നോക്കാറില്ല. ഇപ്പം കുറച്ച് നീളം കൂടെ വെച്ചോണ്ട് ഒട്ടും നീളം കുറഞ്ഞിരിക്കുമ്പോഴാണ് കൂടുതൽ ആ ഒരു ഷേപ്പ് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തുമാത്രം മുടി വെട്ടണം എന്നുള്ള രീതിയിൽ കെട്ടിങ്ങനെ ഇടുക. കെട്ടിട്ടിട്ട് ആ കെട്ടിന്റെ അടിഭാഗം വെച്ച് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ ആ സ്പ്ലിറ്റൻസും കണ്ടോ, ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. എനിക്കിത് കുഴപ്പമൊന്നുമില്ല, കാരണം എൻ്റെ ഒരു അപ്പോഴത്തെ ഒരു ഇതങ്ങ് നടക്കും. ആ ഒരു വെട്ട് ചെല്ലേണ്ട സമയത്ത് അതങ്ങ് ചെല്ലും. ആ ഒരു സ്പ്ലിറ്റൻസ് ഒക്കെ മാറി ഒന്ന് നല്ലതാവും. പിന്നെ ഞാൻ ഇത്തവണ എൻ്റെ ഇവിടം വെട്ടുന്നില്ല.
ഈ ഒരു കഴിഞ്ഞ എൻ്റെ നേരത്തെ ആ ഒരു ഹെയർ കെയർ വീഡിയോയിൽ, ഹെയർ കട്ട് വീഡിയോയിൽ ഞാൻ ഇവിടെ വെട്ട ഈ ഫ്രിഞ്ചസ് എന്നാണ് ഇതിന് പറയുന്നത്, ഇപ്പോൾ ഫ്രിഞ്ചസ് അല്ലെന്ന് തോന്നുന്നു, ഇങ്ങനെ വെട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒന്ന് വളർന്നിട്ട് വെട്ടാമെന്ന്. ഞാനത് എപ്പോൾ ട്രിം ചെയ്യുമ്പോഴും അതും കൂടെ ട്രിം ചെയ്യത്തില്ല. ഞാനത് കുറച്ചൊന്ന് നീളം വെച്ച് കഴിഞ്ഞ് ഞാനത് ട്രിം ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ട്രിം ചെയ്യാം. ഇപ്പം ഞാൻ ഇത് മാത്രമേ അറ്റം ഇങ്ങനെ സ്പ്ലിറ്റൻസ് മാത്രം ഇത്രയും മുടിയെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. പിന്നെ പല രീതിയിൽ ഇതിങ്ങനെ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നോക്കി ഇങ്ങനെ വെട്ടുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പം പല ലെങ്തിലായിരിക്കുമല്ലോ എല്ലാ മുടി, ഇപ്പം ഇവിടം വരെ ആയിരിക്കത്തില്ല, പല ലെങ്തിലായിരിക്കുമല്ലോ മുടി. അപ്പം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്പ്ലിറ്റൻസ് ട്വിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിരിച്ച് നോക്കിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന മുടി, ഇങ്ങനെ സ്പ്ലിറ്റൻസ് ഉള്ള മുടി ഇങ്ങനെ വെട്ടിക്കളയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് ഇപ്പം ഏകദേശം ഒരു 1-2 കൊല്ലമായിട്ട് മുടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുടി ട്രിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഷേപ്പ് വലിയൊരു ഭയങ്കര ഒരു പെർഫെക്റ്റ് വ്യൂയിലൊന്നും അല്ല, കുഴപ്പമില്ല. നമുക്ക് വൃത്തികേടില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനെയാണ് ഇത് ഞാൻ വെട്ടുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ മുടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാല എണ്ണ പുരട്ടണം. അത് ഞാൻ മുടിയുടെ അറ്റത്ത്, ഇപ്പം ഞാൻ മുടി ഫുൾ എണ്ണ തേക്കാൻ പോവുക, എന്നാലും ഞാൻ പ്രത്യേകമായി കാണിച്ചത് മുടി വെട്ടിക്കഴിഞ്ഞാൽ മുടിയുടെ അറ്റത്ത് എണ്ണ പുരട്ടുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും നിങ്ങൾ തേക്കുന്ന എണ്ണ. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ തേച്ച് മുടിയുടെ അറ്റത്ത് തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ തല നിറച്ചും തേക്കും, എന്നാലും ഹെയർ പാക്ക് ഇടാൻ പോലെ. അപ്പം അതിന് മുമ്പ് ഞാൻ തല നിറച്ചും തേക്കും. ഞാനിത് കാണിച്ചതാണ്, ഇങ്ങനെ മുടിയുടെ അറ്റത്ത് തേക്കുന്നത് നല്ലതായിരിക്കും. മുടിക്ക് ആ ഒരു വെട്ടിക്കഴിഞ്ഞ ഉടനെ ആ ഒരു മോയ്സ്ചർ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ എണ്ണ നല്ലപോലെ തലയിൽ തേക്കും. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിയുമ്പം ഹെയർ പാക്ക് ഇടും. അപ്പം നമുക്ക് കാണാം. അപ്പം ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പം അതിൻ്റെ ആ ഒരു കരിഞ്ജീരകം തന്നെ ആദ്യം എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ കുറച്ച് ആര്യവേപ്പിലിൻ്റെ പൊടിയും എടുക്കുക. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ കുറച്ച് തൈരും എല്ലാം കൂടെ ചേർത്ത് അരച്ചങ്ങെടുക്കുക. എന്നിട്ട് നല്ലപോലെ തലയിൽ എണ്ണ ഞാൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ ഹെയർ പാക്ക്, ഇത് ഇച്ചിരി വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള ഹെയർ പാക്കാണ്. അപ്പോൾ ഇനി ഇത് തലയിലും തലമുടിയിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അധികം നേരമൊന്നും വെക്കേണ്ട, ഒരു 10-15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പം നമ്മൾ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് മുടിയെല്ലാം വൃത്തിയാക്കി വന്നു. അപ്പം ഈ ഹെയർ പാക്കിന് കുറച്ച് വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഒത്തിരി ഈ പൊടിയും ഈ ആര്യവേപ്പിൻ്റെ പൊടിയും കരിഞ്ജീരകമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി നമ്മൾ സാധാരണ ഉലുവയൊന്നും എടുക്കുന്ന അത്രയും ഞാൻ എടുത്തിട്ടില്ല. അത് ഒരു ശകലം മതി. അതിന് നല്ല സ്ട്രോങ് ആണ് ഈ സ്റ്റെൻഡ് സംഭവം. അപ്പം അതങ്ങ് ഒത്തിരി തേക്കേണ്ട കാര്യമില്ല, കുറച്ച് തേച്ചാൽ മതി. അത്രയും ഒരു എഫക്റ്റ്, നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാട്ടറി ആയിട്ട്, അത്രയും നമുക്ക് തിക്കായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ടാണ് അത് അരയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട്. പ്രത്യേകിച്ച് കരിഞ്ജീരകം എനിക്ക് തോന്നുന്നു ഇങ്ങനെ അരയ്ക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഇത് പൊടിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം ഞാൻ നേരത്തെ ഇത് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഇങ്ങനെ ഞാൻ ഇപ്പോഴെങ്ങല്ല, ഞാൻ പണ്ട് ഞാനിത് പൊടിച്ചിട്ട് വെള്ളത്തിലെ ചാലിച്ചിങ്ങനെ, വെള്ളത്തിലോ തൈരിലോ ഇങ്ങനെ ചാലിച്ച് ഞാൻ തേച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ ഇങ്ങനെ അത് പൊടിയാൻ എളുപ്പമാണ്. പക്ഷെ ഇനി വെള്ളത്തിൽ കുതിർത്തിട്ട് ഇത് തന്നെ അരയാൻ ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഉലുവയുടെ കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. ഉലുവയും ഇതും കൂടെ ഒരുമിച്ച് കുതിർത്ത് അങ്ങനെ അരച്ചപ്പോൾ നല്ലതായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് അതിൻ്റെ വീഡിയോ ആ ഹെയർ പാക്കിൻ്റെ വീഡിയോ, ഉലുവ ഇതുമൊക്കെ കൂടെയുള്ള ഹെയർ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർന്നപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ട്. പക്ഷെ ഇതിപ്പോൾ തന്നെ ഇട്ടപ്പം എനിക്കിത് അരയാൻ കുറച്ച് പാടായിട്ട് തോന്നി.
പിന്നെ അതുകൊണ്ട് കുറച്ചൊരു വാട്ടർ, അപ്പം കുറച്ച് വെള്ളം കൂടുതൽ ഇച്ചിരി ഇത് ഒഴിക്കേണ്ടി വന്നു, തൈര്. അപ്പം ഒരുമാതിരി എല്ലാം അരഞ്ഞ് കിട്ടി. പക്ഷെ വലിയ പ്രശ്നം, ഇത് തലേന്നൊക്കെ പെട്ടെന്ന് പോകും. ഇപ്പം തരി ഇരുന്നാലും ഈ കരിഞ്ജീരകത്തിൻ്റെ ഇങ്ങനെ ഒന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല, അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് അങ്ങ് പോകും. പക്ഷെ ഉലുവയുടെ ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് എന്താണ്, അപ്പം അങ്ങനെ അരച്ചപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ട് കിട്ടും. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് തലയിൽ പിടിപ്പിച്ചിട്ട് ഒത്തിരി നേരം ഇത് ഹെയർ പാക്ക് വെച്ചുകൊണ്ട് നിൽക്കല്ല. ഒരു 10-15 മിനിറ്റ് കൂടുതലൊന്നും നിൽക്കാൻ പാടില്ല. കഴുകുക, ഇങ്ങി തല നന്നായിട്ട് കഴുകി ഇങ്ങി എടുക്കുക. തല കഴുകുമ്പോഴും ഇത് ആദ്യം ഇത് എന്താ പറയുന്നത്, നല്ല പോലെ ഇത് തന്നെ ഒന്ന് കഴുകണം. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് ഈ ഹെയർ പാക്ക് തന്നെ എല്ലായിടത്തും ആക്കിയിട്ട് മുടിയിലും ഒക്കെ ആക്കി അത് കഴുകി ആദ്യം ഒരു റൗണ്ട് കഴുകി കളഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ നല്ലപോലെ ഇത് കഴുകുക. എന്നിട്ട് ലാസ്റ്റ് ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം നല്ലപോലെ ഈ ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ, അതായത് ഇങ്ങനെ തരികളുള്ള ഹെയർ പാക്കിൻ്റെ ഒക്കെ മാറും. പ്രത്യേകിച്ച് തങ്ങി നിൽക്കുന്ന ഈ ഭാഗം, ചെവിയുടെ പുറക്, ബാക്ക് വശം, ബാക്കിൽ എനിക്കിവിടെ ഒരു ചുഴി പോലുള്ള സംഭവമില്ലേ, അവിടെയൊക്കെ ഇത് നമ്മൾ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പറ്റി പിടിച്ചിരിക്കും. അപ്പം നന്നായിട്ട് അത് ആദ്യം ആ ഹെയർ പാക്ക് ഇട്ട് തന്നെ നന്നായിട്ട് കഴുകണം. എന്നിട്ട് പിന്നെ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ ഹെയർ പാക്ക് ഇട്ട് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെയർ പാക്ക് ഇട്ടിട്ട് കുറേ നേരം നിന്ന് അത് തലയിൽ താങ്ങി പിന്നെ അത് പനിയാവും. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തലയിൽ നിന്നൊക്കെ കഴുകാനും ഭയങ്കര പാടാണ് ഈ ഹെയർ പാക്കുകൾ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഈ കുളിക്കാൻ നേരത്തെ ശ്രദ്ധിക്കണം. എങ്ങനെ ഇതൊരു നല്ല ഹെയർ പാക്ക്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട്, എസ്പെഷ്യലി കരിഞ്ജീരകമൊക്കെ ഈ എഗ്ഗ് മുടി കിളിർക്കുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നില്ല. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എഗ്ഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹെയർ മാസ്കുകൾ ഉപയോഗിച്ച് ഞാൻ 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഈ കരിഞ്ജീരകം. അതും ഈ ഹെയർ ഗ്രോത്ത് എന്ന് വെച്ചാൽ പുതിയ മുടികൾ കിളിർക്കാൻ നല്ല പോലെ സഹായിക്കും കരിഞ്ജീരകം. ഇപ്പം ഇതൊന്നും ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് കരിഞ്ജീരകം തിളപ്പിച്ചാർച്ച വെള്ളം സ്പ്രേ ചെയ്ത് തലമുടി ഇട്ട് കഴുകിയാലും മതി. നല്ല ഇതാവും. മുടി നല്ല കറുത്ത മീൻസ് നല്ല കറുത്ത മുടി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈ എന്താ പറയുന്നത്, മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കും. പിന്നെ ഈ പ്രിമച്വർ ഗ്രേ, അത് നമ്മുടെ ആര്യവേപ്പിലയും അതിന് സഹായിക്കും, ഇതിനും സഹായിക്കും. നര കുറയ്ക്കാൻ ഇത് നല്ലപോലെ സഹായിക്കും. എന്ന് വെച്ചാൽ ഓൾഡ് ഏജ്, ഞാൻ പറയുന്നത് എപ്പോഴും അകാല നരകൾ, ഒരു 20s അല്ല ടീനേജ് പ്രായങ്ങളിലുള്ളത്, അത് കഴിഞ്ഞ് 20s ഉള്ള നര, അതല്ലാതെ 30-ന് ശേഷമുള്ള നരയൊക്കെ നമുക്ക് വരേണ്ട നരകളാണ്. അതൊന്നും നമുക്ക്, അതൊക്കെ ഓരോരുത്തരുടെ ജീൻ അനുസരിച്ച്, ഓരോരുത്തരുടെ പാരമ്പര്യവും എങ്ങനെയാണോ അവരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചൊക്കെ നരകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള അകാല നരകളൊക്കെ മാറ്റാൻ ഇത് നല്ല ഒരു കാര്യമാണ്. അപ്പം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.